രജനികാന്ത് കമൽഹാസൻ റീയൂണിയൻ പടം ഡയറക്ട് ചെയ്യുന്നത് നെൽസൺ ആണ്. അനിരുദ്ധ് മ്യൂസിക്. പടം നിർമ്മിക്കുന്നത് റെഡ് ജെയിൻ ഫിലിംസിൽ ഉദയനിധി സ്റ്റാലിന്റെ മകൻ ഇൻപനിധിയാണ്. കൊച്ചു പയ്യനാണ്. പടത്തിന്റെ ഒരു അനൗൺസ്മെന്റ് ഗ്ലിംസ് ഇന്നലെ പുറത്തുവിട്ടിരുന്നു. പക്ഷെ അത് ജസ്റ്റ് ഒരു അനൗൺസ്മെന്റ് പ്രമോ മാത്രമായിരുന്നു. ടൈറ്റിൽ റിവീൽ ചെയ്തിട്ടില്ല. അതൊക്കെ പിന്നാലെ വരും. എന്തായാലും കിടിലം പ്രമോ ആയിരുന്നു. ഇനി പടത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഈ കണ്ട റെട്രോ സ്വാഗ് വിന്റേജ് സെറ്റപ്പോ കണ്ടിട്ട് ഇതൊരു ആക്ഷൻ പടമാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇത് അങ്ങനെ ഒരു പടമല്ല. കാരണം ഈ പടം ആദ്യം ചെയ്യാനിരുന്നത് ലോകേഷ് കനകരാജ് ആയിരുന്നു. കൂലി കഴിഞ്ഞ് കൈതിരു ചെയ്യാൻ നിൽക്കുന്ന ആ ഒരു ടൈമിലാണ് ഈ പടം ചെയ്യാൻ ലോകേഷിനെ വിളിക്കുന്നത്. എന്തായാലും കിട്ടിയ അവസരം കളയാതിരിക്കാൻ ലോകേഷ് കൈതിറ്റു പിന്നെയും മാറ്റി ഇതിലേക്ക് വന്നു. അങ്ങനെ രണ്ടുപേരോടും പോയി കഥ പറഞ്ഞ് രണ്ടുപേർക്ക് ഓക്കെ ആയ ശേഷമാണ് രജനീകാന്ത് കമൽഹാസനും വേറൊരു തീരുമാനം എടുത്തത്. കുറെ ആയി രണ്ടുപേരും ആക്ഷൻ പടങ്ങൾ മാത്രം ചെയ്യുന്നത് കൊണ്ട് രണ്ടുപേരും ഒന്നിക്കുന്ന ഈ പടത്തെ അങ്ങനെ ഒന്നും വേണ്ടാന്ന് തീരുമാനിച്ചു. എന്നാൽ ആക്ഷൻ ഇല്ലാത്ത പരിപാടി ലോകേഷിനെ കൊണ്ട് നടക്കത്തില്ല. അങ്ങനെ ലോകേഷ് ഇതിൽ നിന്നും പുറത്തുപോയി. അങ്ങനെയാണ് നെൽസൺ ഇതിലേക്ക് വരുന്നത്. സോ ഈ പടം ഒരു ആക്ഷൻ പടം ഒന്നും ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും ഒരു വെറൈറ്റി പരിപാടി ആയിരിക്കും. ഇനി ഈ പടം എപ്പോ വരുമെന്ന് ചോദിച്ചാൽ 2027 ലാസ്റ്റിലേ ഉള്ളൂ. കാരണം രജനീകാന്ത് ഉടനെ ചെയ്യാൻ പോകുന്നത് സിബി ചക്രവർത്തി ഡയറക്ട് ചെയ്യുന്ന കമൽഹാസനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന തലൈവർ 173 ആണ്. അതുപോലെ കമൽഹാസൻ അടുത്തേ ചെയ്യാൻ പോകുന്നത് അൻബറു മാസ്റ്റേഴ്സ് ഡയറക്ട് ചെയ്യുന്ന ആക്ഷൻ പടമാണ്. അപ്പൊ രണ്ടുപേരും ഈ രണ്ട് പടങ്ങളും കംപ്ലീറ്റ് ചെയ്ത ശേഷം മാത്രമേ ഈ പടം സ്റ്റാർട്ട് ചെയ്യൂ. കറുപ്പ്. സൂര്യനായകനാക്കി RJ ബാലാജി ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് കറുപ്പ്. കറുപ്പിന് ഒരു പ്രത്യേകതയുണ്ട്. സൂര്യന്റെ വരായിരിക്കുന്ന സിനിമകളൊക്കെ എപ്പോ റിലീസ് ആകണമെന്ന് കറുപ്പ് തീരുമാനിച്ചു. 2 മാസം കൊണ്ട് ഷൂട്ട് ചെയ്ത് തീർത്ത് പെട്ടെന്ന് റിലീസിനെത്താൻ പോകുന്ന സൂര്യ സിനിമ എന്ന പേരിൽ ആരംഭിച്ചൊരു സിനിമയാണ് കറുപ്പ്. 1 മാസം കൂടി കഴിഞ്ഞാൽ പടത്തിന്റെ ഷൂട്ട് തുടങ്ങിയിട്ട് 1 വർഷമാവും. ഇപ്പോഴീ പടത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. ഇപ്പൊ വരുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഇലക്ഷൻ കഴിഞ്ഞ ഈ റിലീസ് ഉണ്ടായിരിക്കും, ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ്. ഇപ്പോ കറുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. ഫെബ്രുവരി ലാസ്റ്റ് പടത്തിന്റെ സെക്കൻഡ് സിംഗിൾ പുറത്തുവിടും. പടത്തിന്റെ റിലീസ് ഡേറ്റ് അതിലുണ്ടായിരിക്കും. സൂര്യ 46. വെങ്കി അത്ലൂരുടെ ഡയറക്ഷനിൽ വരുന്ന സൂര്യയുടെ ഒരു ഫീൽ ഗുഡ് ഫാമിലി പടമാണ് സൂര്യ 46. കറുപ്പ് റിലീസ് കഴിഞ്ഞ് കൃത്യം 4 മാസം ഗ്യാപ്പിൽ തന്നെ ഈ പടത്തിന്റെയും റിലീസ് ഉണ്ടായിരിക്കും. കറുപ്പ് കഴിഞ്ഞാൽ ഈ വർഷത്തെ സൂര്യയുടെ 2ാമത്തെ റിലീസാണ് 46. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. അപ്ഡേറ്റ് തന്നത് GV പ്രകാശ് കുമാർ ആണ്. പടത്തിന്റെ ഭാഗത്തു നിന്നും ഉടനെ ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് പുള്ളി തന്ന അപ്ഡേറ്റ്. മിക്കവാറും പടത്തിന്റെ ടൈറ്റിൽ ടീസർ ആയിരിക്കും. ഈ ആഴ്ച തന്നെ അപ്ഡേറ്റ് ഉണ്ടായിരിക്കും. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമായിരുന്നു സൂര്യ 48 മുതൽ സൂര്യ 50 വരെയുള്ള 3 പടങ്ങളുടെ കാര്യം. അതായത് സൂര്യയുടെ അടുത്ത 3 പടങ്ങൾക്കായി പല ഇൻഡസ്ട്രിയിൽ നിന്നുള്ള 10 ഡയറക്ടേഴ്സുമായിട്ട് സൂര്യ കഥ കേൾക്കുന്നുണ്ടെന്ന്. ആ ലിസ്റ്റിൽ ഇപ്പോ ഒരാൾ കൂടി എത്തിയിട്ടുണ്ട്. അതും ഒരു മലയാളി ഡയറക്ടറാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി സിനിമയുടെ ഡയറക്ടർ ആയിട്ടുള്ള ജിത്തു അഷ്റഫ്. പുള്ളിയും സൂര്യയുടെ അടുത്ത പടത്തിനായിട്ട് കഥ പറഞ്ഞിട്ടുണ്ട്. സൂര്യ 47. സൂര്യ നായകനാക്കി ജിത്തു മാധവൻ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ് സൂര്യ 47. സൂര്യ പോലീസായി എത്തുന്ന ഈ സിനിമ കേരളത്തിൽ വെച്ച് നടക്കുന്ന ഒരു കഥയാണ്. പടത്തിന്റെ ഷൂട്ടിനായി കൊച്ചിയിലൊക്കെ സെറ്റൊക്കെ ഇട്ടിരുന്നെങ്കിലും പെർമിഷൻ ഇഷ്യൂ കാരണം ഷൂട്ട് ചെന്നൈയിലേക്ക് മാറ്റേണ്ടി വന്നു. സൂര്യ കൂടാതെ നസ്ലിനും ഈ സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. പിന്നെ ഫാഫയുടെ ഒരു ക്യാമിയോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നു, ബട്ട് കൺഫേം അല്ല. ഇപ്പോ ഈ പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു അപ്ഡേറ്റ് എത്തിയിട്ടുണ്ട്. സൂര്യ 47 സിനിമയിൽ നസ്ലിനെ കൂടാതെ ഒരു ലീഡ് റോളിൽ മലയാളത്തിൽ നിന്ന് മറ്റൊരു യൂത്ത് സ്റ്റാർ കൂടി എത്തുന്നുണ്ട്. ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. എന്നാലും നമുക്ക് കിട്ടിയ അപ്ഡേറ്റ് അനുസരിച്ച് സൂര്യ 47 സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ ടൊവിനോ തോമസ് എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇത് നടക്കുവാണെങ്കിൽ കംബാക്ക് കിടക്കും.